നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്തിരുന്ന മലേഷ്യനെ പറ്റിയുള്ള സീരീസായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത്തവണത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും എങ്ങനെ മലേഷ്യയിലേക്ക് പോകാമെന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യണത്. നിങ്ങൾ ഫാമിലിയുടെ ഒപ്പം ബഡ്ജറ്റായിട്ട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു രാജ്യമാണ് മലേഷ്യ. 2-3 കാരണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തേത്, കേരളത്തിലെ പല സിറ്റികളിൽ നിന്നും മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. താരതമ്യേന മറ്റ് പല രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് റേറ്റ് നോക്കിക്കഴിയുമ്പോൾ മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് റേറ്റ് പൊതുവെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി റേറ്റ് കുറവ് പലതും ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ ആണ് ട്ടോ. അതുകൂടാതെ തന്നെ കൊച്ചിയിൽ നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് എത്തുന്ന സമയം മാത്രമാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് എത്താനായിട്ട് എടുക്കുകയുള്ളൂ. ഏകദേശം 4 മണിക്കൂർ മാത്രമാണ് ഈ റൂട്ടിലുള്ള ഫ്ലൈയിങ് ടൈം. പിന്നെ മലേഷ്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ആളുകൾക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ തമിഴും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാഷ യാതൊരു കാരണവശാലും ഒരു പ്രശ്നമാവില്ല. ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പത്തിൽ വിസ കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് മലേഷ്യ. ഇപ്പോഴാണെങ്കിൽ, അതായത് 31 ഡിസംബർ 2024 വരെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് മലേഷ്യ സന്ദർശിക്കുന്നതിന് വിസയും ആവശ്യമില്ല. പിന്നെ ഹോട്ടലും ട്രാൻസ്പോർട്ടേഷനും ഭക്ഷണം പോലെയുള്ളതെല്ലാം പല ടൂറിസ്റ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവെ റേറ്റ് കുറവാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമുണ്ട് മലേഷ്യ. നമുക്കിനി ഇത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയിലേക്കുള്ള യാത്രയുടെ ഡീറ്റെയിൽസ് മാത്രമുണ്ടാണ് ഞാനിവിടെ കവർ ചെയ്യണുള്ളൂ. ആദ്യം തന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോലാലംപൂരിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ കോഴിക്കോട് നിന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. ബഡ്ജറ്റ് എയർലൈൻസ് ആയിട്ടുള്ള എയർ ഏഷ്യയാണ് പ്രധാനമായിട്ടും കോലാലംപൂരിലേക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർ ഏഷ്യ കൂടാതെ ബാട്ടിക് എയറും മലേഷ്യ എയർലൈൻസും കോലാലംപൂരിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എയർ ഏഷ്യ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ ഫുൾ സർവീസ് ഫ്ലൈറ്റിലെ യാതൊരുവിധ ഫെസിലിറ്റീസും നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുതട്ടാ. നോർമൽ റേറ്റിൽ ഒരു പാസഞ്ചറിന് ഒരു ക്യാബിൻ ബാഗ് മാത്രമാണ് കൊണ്ടുപോകാനായിട്ട് ഇവർ അനുവദിച്ചിട്ടുള്ളൂ. നമുക്ക് ചെക്ക് ഇൻ ബാഗും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അതും കൂടി സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് കേട്ടോ സീറ്റും ഫുഡും എല്ലാം. നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണത്തിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നേരത്തെ തന്നെ ഓഫറും തിരക്കും എല്ലാം നോക്കി എയർ ഏഷ്യ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 11,000 രൂപയ്ക്ക് നമുക്ക് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എയർ ഏഷ്യനെ വെച്ച് നോക്കുമ്പോൾ സാധാരണയായിട്ട് ബാട്ടിക് എയറും അതുപോലെ തന്നെ മലേഷ്യ എയർലൈൻസും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഇതിൽ മലേഷ്യ എയർലൈൻസ് ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് വിസയുടെ ഡീറ്റെയിൽസ് ആണ്. പണ്ട് തൊട്ട് ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പത്തിൽ വിസ കിട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. നേരത്തെ ഇത് സ്റ്റിക്കർ വിസ ആയിരുന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഈ വിസയും ഇപ്പോൾ വിസ ഫ്രീ എൻട്രിയും ആക്കിയിട്ടുണ്ട്. 1 ഡിസംബർ 2023 മുതൽ 31 ഡിസംബർ 2024 വരെയാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഈ ഒരു ഫെസിലിറ്റി അനൗൺസ് ചെയ്തേക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്യണതിന് 3 ദിവസം മുമ്പ് മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇതുകൂടാതെ 6 മാസത്തെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ട്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കൂടി വേണം. അടുത്തതായിട്ട് മലേഷ്യയിലെ കറൻസിനെ പറ്റിയാണ്. മലേഷ്യ റിംഗിറ്റ് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി. ഒരു മലേഷ്യൻ റിംഗിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 19 ഇന്ത്യൻ രൂപയുടെ അടുത്ത് വരും. മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ മലേഷ്യൻ റിംഗിറ്റിൽ തന്നെ ചെയ്യേണ്ടി വരും.
പിന്നെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം ആക്സെപ്റ്റ് ചെയ്യൂട്ടാ. കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മളിവിടെ നാട്ടിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് പോണതായിരിക്കും. അടുത്തത് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ബസ്സും ട്രെയിനും ടാക്സിയും പോലെയുള്ള എല്ലാ യാത്രാ സംവിധാനങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് കോലാലംപൂർ. നമുക്ക് സിറ്റിയുടെ അകത്ത് എവിടെ പോകണമെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ എടുത്തേച്ചാൽ മതി. അതുപോലെ തന്നെയാണ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്കും തിരിച്ചുള്ള വഴി. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്കും അതുപോലെ തന്നെ തിരിച്ചും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് എടുക്കലാണ്. ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം നോക്കി നമുക്ക് നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ആപ്പാണ് ഗ്രാബ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടെ യൂബറും അതുപോലെ തന്നെ ഓല ക്യാബൊക്കെ യൂസ് ചെയ്യണ മാതിരിത്തെ തന്നെ ഒരു സംവിധാനമാണിത്. എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ടാക്സി വിളിക്കാനായിട്ട് ആലോചിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണത് നല്ലതായിരിക്കും. പിന്നെ പീക്ക് അവേഴ്സിൽ ഏതൊരു വലിയ സിറ്റീനെ പോലെ തന്നെ കോലാലംപൂർ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് സിറ്റിയിലെ ട്രാഫിക് ഒഴിവാക്കി സിറ്റി സെൻറ്ററിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ട്രെയിൻ എടുക്കലാണ്. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്കും തിരിച്ചും KLIA എക്സ്പ്രസ് എന്ന് പേരുള്ളൊരു ട്രെയിൻ സർവീസ് ഉണ്ട്. എയർപോർട്ടുകളെയും സിറ്റീനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു നോൺ സ്റ്റോപ്പ് ട്രെയിൻ സർവീസാണത്. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ സിറ്റിയുടെ അകത്ത് മെയിൻ സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ട് മോണോ റെയിൽ സർവീസും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റിയുടെ അകത്തുള്ള ലോക്കൽ ട്രെയിൻ ടിക്കറ്റ് എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കാൻ പറ്റും. എയർപോർട്ടിൽ നിന്നുള്ള ട്രെയിനും ബസ്സും എല്ലാം കോലാലംപൂർ സിറ്റിയിലേക്ക് എത്തണത് KL സെൻട്രൽ എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ടേഷൻ ഹബിലേക്കാണ്. ഇവിടുന്ന് നമുക്ക് സിറ്റിയുടെ മറ്റുള്ള ഭാഗത്തിലേക്ക് പോകാനായിട്ട് ട്രെയിനാണ്, മോണോ റെയിലോ, ടാക്സി അല്ലെങ്കിൽ ലോക്കൽ ബസ്സോ വളരെ എളുപ്പത്തിൽ കിട്ടും. സിറ്റിയിലേക്ക് മാത്രമല്ല സിറ്റിയുടെ പുറത്തുള്ള ദൂര സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ട്രെയിനും ബസ്സും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കോലാലംപൂരിലെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാം. പല കാറ്റഗറിയിലുള്ള ഹോട്ടൽസ് ഉള്ള ഒരു സിറ്റിയാണ് കോലാലംപൂർ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഹോട്ടൽസ് തൊട്ട് വലിയ ഹോട്ടൽ ചെയിൻസിൻ്റെ ഹൈ എൻഡ് ഹോട്ടൽസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു രാത്രിക്ക് ഏകദേശം 2000 രൂപ തൊട്ടുള്ള അത്യാവശ്യം തെറ്റില്ലാത്ത ഹോട്ടൽസ് നമുക്കിവിടെ കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ബുക്കിറ്റ് ബിൻഡാങ് അല്ലെങ്കിൽ കോലാലംപൂർ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്യണതായിരിക്കും നല്ലത്. ഈ പരിസരമാണ് കോലാലംപൂരിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഏരിയ. കുറേയധികം ഷോപ്പിംഗ് മാളുകളും ഫുഡ് കഴിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയും അതുപോലെ തന്നെ നന്നായിട്ട് കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയകളാണ് ഇതൊക്കെ. ബുക്കിറ്റ് ബിൻഡാങ്ങും കോലാലംപൂർ സിറ്റി സെൻറ്ററും അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സ്ഥലത്തുനിന്നും നമുക്ക് പെട്രോണാസ് ടവറിൻ്റെ അടുത്തേക്ക് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ടേഷന് മാത്രമാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ KL സെൻട്രൽ എന്ന് പറഞ്ഞ ഏരിയയിൽ സ്റ്റേ എടുക്കുന്നതായിരിക്കും നല്ലത്.
അടുത്തതായിട്ട് ഭക്ഷണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യക്കാർ കുറേയധികം ഉള്ളൊരു രാജ്യമാണ് മലേഷ്യ. അതിൽ തന്നെ തമിഴ് വംശജരാണ് ഏറ്റവും കൂടുതലുള്ളത്. കുറേയധികം തമിഴ് വംശജർ ഇവിടുത്തെ സിറ്റിസൻസ് ആയിട്ടും ഉണ്ട് കേട്ടോ. മലേഷ്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3 ഭാഷകളിൽ ഒന്നാണ് തമിഴ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിൽ എവിടെ പോയാലും വളരെ പെട്ടെന്ന് തന്നെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും. മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനോട് ചേർന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് താഴെ തന്നെ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ മിക്കവാറും റെസ്റ്റോറൻറ്റുകളിൽ പച്ചരിച്ചോറും രസവും സാമ്പാറും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാം കിട്ടും. പിന്നെ ഇവിടുത്തെ മിക്ക ഹോട്ടലുകളിലും വലിയ കത്തി റേറ്റൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചിക്കനും മീനും എല്ലാം കിട്ടും. അതുപോലെ തന്നെ കോലാലംപൂരിലെ സ്ട്രീറ്റ് ഫുഡും അത്യാവശ്യം നന്നായിട്ട് ഫേമസ് ആണ് കേട്ടോ. അടുത്തതായിട്ട് കോലാലംപൂരിൻ്റെ ടൂർ ഐറ്റിനറിനെ പറ്റിയാണ്. നിങ്ങൾ കോലാലംപൂർ മാത്രമാണ് കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഏകദേശം 3-4 ദിവസം നമുക്ക് മതിയാവും. ഇതിലൊരു ദിവസം മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ സിറ്റി ഒന്ന് പരിചയപ്പെടാനായിട്ട് മാറ്റിവെക്കാം. അതിൽ ഏറ്റവും നല്ല മാർഗം KL ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ബസ് ടൂർ എടുക്കുന്നതാണ്. കോലാലംപൂരിലെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ടച്ച് ചെയ്തും കൊണ്ടാണ് ഈ ഒരു ബസ് ടൂറിൻ്റെ റൂട്ട്. ഏകദേശം 1/2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് പല പല ബസ്സുകൾ ആ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് അവർ പറഞ്ഞേക്കണ ഏത് സ്റ്റോപ്പിൽ വേണമെങ്കിലും ഇറങ്ങുകയും അല്ലെങ്കിൽ കയറുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുള്ള അട്രാക്ഷൻസിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റും. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ജെൻറ്റിങ് ഹൈലാൻഡ്സും അതുപോലെ തന്നെ ബാട്ടു കേവ്സും കൂടി കവർ ചെയ്യാൻ പറ്റും. കോലാലംപൂർ സിറ്റിയോട് ഏകദേശം 50 കിലോമീറ്റർ മാറിയാണ് ജെൻറ്റിങ് ഹൈലാൻഡ്സ് ഉള്ളത്. പിന്നെ ബാട്ടു കേവ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമയുള്ള സ്ഥലമാണ്. മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഏകദേശം ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സംഭവം ഉള്ളൂ പുത്രജയയിൽ കേട്ടോ. മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ആണ് പുത്രജയ. പിന്നീടുള്ള 1/2 ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസവും നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഷോപ്പിംഗ് ചെയ്യാനായിട്ട് സിറ്റിയുടെ അകത്ത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. കോലാലംപൂരിനൊപ്പം തന്നെ നിങ്ങൾ ലങ്കാവി എന്തെങ്കിലും ക്ലബ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം 7-8 ദിവസം വേണ്ടി വരും കേട്ടോ. പിന്നെ എയർ ഏഷ്യയിലാണ് നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ ഒരു അഡ്വൈസും കൂടി ഉണ്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ബാഗേജ് ആഡ് ചെയ്യണത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിക്ക് ഒരു ലഗേജ് എന്നുള്ള രീതിയിലെങ്കിലും ബുക്ക് ചെയ്യണതായിരിക്കും നല്ലത്. കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോയി വരാൻ പറ്റിയൊരു വിദേശ രാജ്യമാണ് മലേഷ്യ. പ്രത്യേകിച്ച് ഇപ്പോൾ വിസ ഫ്രീ ഫെസിലിറ്റിയൊക്കെ ഉള്ളതും കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പോയിട്ട് വരികയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം.